തൃശ്ശൂരിൽ ഒരു കാര്യമുണ്ട്. നമ്മുടെ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഇന്നു മുതൽ പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വന്യജീവികളെ കാണണമെന്നുണ്ടെങ്കിൽ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് വരണം. ചില ആളുകളെങ്കിലും എൻ്റെ ട്രോളും ഇത് പറയുന്ന സമയത്ത്, വന്യജീവികളെ കാണണമെങ്കിൽ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് പോകണ്ട, വീടിൻ്റെ മുറ്റത്തോട്ട് ഇറങ്ങിയാൽ മതി എന്നാണ് ആളുകൾ പറയുക. അതൊരു യാഥാർത്ഥ്യമാണ്. എങ്കിലും പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ നിങ്ങളുടെ വീട്ടിൻ്റെ മുറ്റത്ത് കാണാത്ത ചില വന്യജീവികളെ കാണാം. മന്ത്രിമാരായ AK ശശീന്ദ്രൻ, K രാജൻ എന്നിവർ ചേർന്ന് ആദ്യ ടിക്കറ്റ് എടുത്ത് ഉദ്ഘാടനം നിർവഹിക്കുന്നു. 336 ഏക്കറിൽ സജ്ജീകരിച്ചിരിക്കുന്ന പാർക്കിൽ 330 ജീവികളാണുള്ളത്. കഴിഞ്ഞ വർഷം നവംബറിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചതിനെ തുടർന്ന് ഘട്ടം ഘട്ടമായിട്ടാണ് ജീവികളെ സുവോളജിക്കൽ പാർക്കിൽ എത്തിച്ചത്. ജെയ്സൺ ചാവോളപ്പിലുണ്ട്. ഇപ്പോൾ മന്ത്രിമാർ ടിക്കറ്റ് എടുത്ത് സുവോളജിക്കൽ പാർക്കിലേക്ക് പൊതുജനങ്ങളുടെ പ്രവേശനം അത് തുറന്നു കൊടുക്കുകയാണ്. ഇപ്പോൾ QR കോഡൊക്കെ എടുത്താണ്. നല്ല രീതിയിൽ സജ്ജീകരിച്ച പാർക്കാണ് കേട്ടോ, അത് പറയാതെ നിവൃത്തിയില്ല. ജെയ്സൺ ഉണ്ട്. ജെയ്സൺ, വന്യമൃഗങ്ങളെ കാണാൻ ടിക്കറ്റ് എടുത്ത് വരേണ്ടതുണ്ടോ എന്നതൊരു ചോദ്യമാണെങ്കിലും പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെ 336 ഏക്കറിൽ ഒരുക്കിയിരിക്കുന്ന വിസ്മയം തന്നെയാണ് അല്ലേ? അരുൺകുമാർ, തീർച്ചയായും അങ്ങനെ 4 പതിറ്റാണ്ട് കാലത്തെ കാത്തിരിപ്പാണ് ഇപ്പോൾ സമാപനം കുറിച്ചിരിക്കുന്നത്. മന്ത്രി രാജനും അതുപോലെ തന്നെ മന്ത്രിമാർ AK ശശീന്ദ്രൻ ചേർന്ന് ആദ്യ ടിക്കറ്റ് എടുത്ത് എത്ര ടിക്കറ്റ് ചാർജ്? 100 രൂപ എനിക്ക്, ശശിയേട്ടന് 50 രൂപയേ ഉള്ളൂ. അതെന്താ സീനിയർ സിറ്റിസൺ? വെരി ഗുഡ്, വെരി ഗുഡ്. 100 രൂപ എനിക്ക്, ശശിയേട്ടന് 50 രൂപ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ബസ് കയറാൻ 100 രൂപ വീതം. അങ്ങനെ 250 രൂപ. സത്യത്തിൽ നമ്മളൊക്കെ ഓർമ്മ വെച്ച കാലം മുതൽ കേട്ടുകൊണ്ടിരിക്കുകയാണ് സുവോളജിക്കൽ പാർക്ക് വേണമെന്നൊക്കെ ഉള്ളത്. അതെ അതെ, എത്രയോ കാലത്തെ ആവശ്യത്തിനൊരു സമാപനമായി ഇന്ന് മുതൽ നമുക്ക് കാണാം. ഇപ്പോൾ ആദ്യ ടിക്കറ്റ് 2 മന്ത്രിമാർ കൂടിയാണ് ആദ്യത്തെ ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. അരുൺകുമാർ, ഒരാൾക്ക് 100, മറ്റൊരാൾക്ക് 50 വേണ്ടു. കാരണം സീനിയർ സിറ്റിസൺ ആണ്. ആള് സമ്മതിക്കുന്നില്ലെങ്കിൽ പോലും ആള് സീനിയർ സിറ്റിസൺ ആണ് എന്നതുകൊണ്ട് തന്നെ ടിക്കറ്റിന് ചാർജ് കുറവുണ്ട്. വലിയ രീതിയിലുള്ള ആഘോഷം കഴിഞ്ഞ ഉദ്ഘാടന കാലത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ നിരവധി മൃഗങ്ങളെ എത്തിച്ചുകൊണ്ട് ഇപ്പം നമുക്ക് സീനിയർ സിറ്റിസണിനോട് തന്നെ ചോദിക്കാം, ചെറിയ പൈസയിൽ ടിക്കറ്റ് കിട്ടൂലേ? സീനിയർ സിറ്റിസൺ എന്ന ഇനത്തിൽപ്പെട്ട എല്ലാവർക്കും കൺസെഷൻ നിരക്കിലാണ് ടിക്കറ്റ് കൊടുക്കുന്നത്. ഇത് സത്യത്തിലെ ഞങ്ങളൊക്കെ, ഞാനും മന്ത്രി K രാജനൊക്കെ ഞങ്ങൾ ചെറുപ്പത്തിലെ കേട്ടു തുടങ്ങിയിരിക്കുന്നതാണ്. ഒരു ഇവിടെ സുവോളജിക്കൽ പാർക്ക് വരും എന്നൊക്കെ. ഇപ്പം അങ്ങോട്ട് യാഥാർത്ഥ്യമായി. അല്ല, വരുമെന്ന് പറയൽ മാത്രമല്ല, പറഞ്ഞ കാര്യങ്ങൾ യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഗവൺമെൻറ്റിലെ പ്രതിനിധികളാണ് ഞങ്ങൾ രണ്ടുപേരും. ഇവിടുത്തെ MLA എന്നുള്ള നിലയിൽ രാജൻ ഇതിൻ്റെ പ്രാരംഭകാലം മുതൽ ഇതിൻ്റെ നടത്തിപ്പിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും മുൻപിട്ട് നിൽക്കുകയും മന്ത്രി എന്നുള്ള നിലയിൽ, വകുപ്പ് എന്നുള്ള നിലയിൽ എല്ലാ സപ്പോർട്ടും ചെയ്തുകൊണ്ടാണ് പറഞ്ഞ വാക്ക് പാലിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ഞങ്ങളുടെ ഗവൺമെൻറ് എന്ന് വീണ്ടും തെളിയിച്ചിട്ടുള്ളത്. ഇനിയുള്ള കാര്യങ്ങളിലും ഇതേ നിലപാട് സ്വീകരിക്കും. ഒരു സംശയമില്ല. മന്ത്രി K രാജൻ 10 വർഷം കൂടെ 10 വർഷത്തിനുള്ളിൽ സുവോളജിക്കൽ പാർക്ക് എന്ന മലയാളിയുടെ സ്വപ്നം സാക്ഷാത്കരിച്ചു. ഉറപ്പായിട്ടും ആത്മാഭിമാനത്തോടു കൂടിയാണ് ഈ ടിക്കറ്റ് കൗണ്ടറിലെ ആദ്യത്തെ പണം അടച്ചത്. പൈസ കണ്ട, ഇത് എൻ്റെ ടിക്കറ്റ്, ഇത് ശശിയേട്ടൻ്റെ ടിക്കറ്റ്. ശശിയേട്ടന് പകുതിയേ ഉള്ളൂ കാശ്. സീനിയർ സിറ്റിസണിനോ അതാവുമല്ലോ. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് നിയമസഭയിൽ വന്ന ആളാണ് ശശിയേട്ടൻ. അല്ല, അത് വലിയൊരു നേട്ടം തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളൊക്കെ ഓർമ്മ വെച്ച കാലം മുതൽ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. ചെയ്യുന്നത് ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയാണ് സുവോളജിക്കൽ പാർക്ക് ഒരുക്കിയിരിക്കുന്നത്. അതിൻ്റെ ആകാശ ദൃശ്യങ്ങൾ കാണാം. ചെറിയൊരു പ്രശ്നമുണ്ട് ലൈവിന്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ഈ മനോഹരമായ സ്ഥലത്താണ് ഉള്ളത്. കഴിഞ്ഞ ഏകദേശം 336 ഏക്കറിലായിട്ട് പരന്നു കിടക്കുന്ന 330 ജീവികളുള്ള പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെ ദൃശ്യങ്ങളാണ്. എന്ത് ഭംഗിയല്ലേ, എന്ത് ചേലാണ് കാണാൻ ആകാശ ദൃശ്യങ്ങൾ. ഒപ്പം പ്രിയപ്പെട്ട പ്രേക്ഷകരൊക്കെ വരിക. ഞാൻ ഈ വാർത്ത വായിക്കുന്ന സമയത്ത് വയനാട്ടിലെയും ഇടുക്കിയിലെയും ആറള ഫാമിലിയൊക്കെയുള്ള മനുഷ്യർ വിചാരിക്കും, എന്തോന്ന് മനുഷ്യ, ടിക്കറ്റ് എടുത്ത് വന്യജീവികളെ കാണാൻ പോകണോ? നിങ്ങൾ നമ്മുടെ നാട്ടിലോട്ട് ടിക്കറ്റ് എടുക്കാതെ വന്യജീവികളെ കാണിക്കാം. രാത്രി 1 മണിക്കും 2 മണിക്കും 3 മണിക്കും വീട്ടിന് മുറ്റത്ത് വന്ന് ചിഹ്നമൊക്കെ വിളിച്ച് സലാം പറഞ്ഞു പോകുന്ന കാട്ടാനകളെ കാണാം. ചിലയിടത്താണെങ്കിൽ പന്നികളെ ഇങ്ങനെ നിരന്തരമായിട്ട് കാണാം. അതിന് പൈസ കൊടുത്ത് കാണണോ എന്ന് ചില പ്രേക്ഷകർ ചോദിക്കുമായിരിക്കും. ആ അവസ്ഥ വാസ്തവമാണെങ്കിലും
330 ജീവികളെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ കാശ് കൊടുത്ത് പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് വരൂ. മനോഹരമായ കാഴ്ചയൊരുക്കിയിരിക്കുകയാണ്. അതിൽ മന്ത്രി രാജനും മന്ത്രി കെ ശശീന്ദ്രനും അഭിനന്ദനങ്ങൾ. ഒരു നാടിൻ്റെ ഒരു വലിയ ഏറെ നാളത്തെ കാത്തിരിപ്പാണ് യാഥാർത്ഥ്യമാവുന്നത്. ഇനി പുത്തൂര് ടൂറിസം മാപ്പിൽ അടയാളപ്പെടുത്താൻ പോകുന്നു എന്നുള്ളതാണ്. കാഴ്ചകൾ കാണാൻ വരിക പ്രിയപ്പെട്ട പ്രേക്ഷകരെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക്. പിന്നെ കെ ശശീന്ദ്രനെ അങ്ങനെ സീനിയർ സിറ്റിസൺ എന്ന് പറഞ്ഞ് അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. മനസ്സിൽ ഇപ്പോഴും യൗവനം കാത്തു സൂക്ഷിക്കുന്ന മന്ത്രി തന്നെയാണ് കെ ശശീന്ദ്രൻ.